ഹായ് കൂട്ടുകാരെ, നിങ്ങൾ തുടക്കത്തിൽ തന്നെ ലൈവ് ചേഞ്ചസ് കാണണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും മറക്കല്ലേ. ഫേസ് സ്കിന്നിനകത്ത് നമുക്ക് പല പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അടുക്കളയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ സംഭവം നിങ്ങളുടെ വീട്ടിൽ കാണും. നമ്മുടെ കറി വെക്കുന്ന മഞ്ഞപ്പൊടി ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, ഉണക്കി പൊടിക്കുന്നത്, അതായിരിക്കും നല്ലത്. അത് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. മഞ്ഞപ്പൊടി നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനും സ്കിന്നിൻ്റെ ഡെഡ് സ്കിൻ കുറയ്ക്കാനുമൊക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ പിമ്പിൾസിൻ്റെ പാടുകൾ മാറ്റാനും ആക്നി മാറ്റാനും പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഫേസിനകത്ത് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പിഗ്മെൻറ്റേഷൻ, ടാനൊക്കെ. അതൊക്കെ തുടച്ച് മാറ്റി സ്കിന്നിന് നല്ലപോലെ ഒരു തിളക്കം വെക്കാൻ നമ്മുടെ കറി വെക്കുന്ന മഞ്ഞപ്പൊടിയിൽ നിന്ന് സാധിക്കും. അങ്ങനെ മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ എടുക്കുന്ന അടുത്തത് കടലമാവിൻ്റെ പൊടിയാണ്. അതും നിങ്ങളുടെ വീട്ടിൽ എന്തായാലും കാണും. കടലമാവിൻ്റെ പൊടി നമുക്ക് വേണം 1 ടേബിൾ സ്പൂൺ. ഇപ്പോൾ കടലമാവിൻ്റെ പൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ആട്ടപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ആട്ടപ്പൊടിയും നമ്മുടെ സ്കിന്നിനകത്ത് തിളക്കം വെക്കാനും സഹായിക്കുന്നതാണ്. ഇവിടെ ഞാൻ കടലമാവിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. കടലമാവിൻ്റെ പൊടി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനകത്തെ സെല്ലുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിന്നിനകത്ത് ടൈറ്റൊക്കെ ആക്കാൻ, നമ്മുടെ സ്കിൻ സെല്ലുകളുണ്ടല്ലോ ടൈറ്റാക്കി നിർത്താനുമൊക്കെ സഹായിക്കുന്നതാണ് കടലമാവിൻ്റെ പൊടിയിൽ നിന്ന്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് വേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസ് വേണം. പൊട്ടറ്റോ ജ്യൂസ് നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിന്നിനെ ഗ്ലോ നൽകാനുമൊക്കെ സഹായിക്കുന്നതാണ് പൊട്ടറ്റോ ജ്യൂസിൽ നിന്ന്, അതായത് നമ്മുടെ കിഴങ്ങിൽ നിന്ന്. കിഴങ്ങിൻ്റെ ജ്യൂസ് വളരെ ബെനിഫിറ്റ് ഉള്ളതാണ് സ്കിന്നിന്. അങ്ങനെ കിഴങ്ങിൻ്റെ ജ്യൂസ് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയും ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ. അതായത് നമുക്ക് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്തിട്ട് വേണം നമ്മളിത് മിക്സ് ആക്കാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായിട്ട് മാറുന്നതാണ്. ഇപ്പം നമ്മുടെ ഡെയിലി സ്കിൻ കെയറിനകത്ത് നമുക്ക് പലർക്കും ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ സ്കിൻ പല രീതിയിലും നമുക്ക് ഡാമേജ് ആയിട്ട് മാറും. ഇപ്പം ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ആഴ്ചയിലൊരിക്കൽ ഈ പാക്ക് ഇട്ടാൽ മതി, സ്കിൻ നല്ല പോലെ മാറ്റം നൽകാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ പാക്കെല്ലാം നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പം ഞാനിവിടെ ഇടുന്നത് നല്ല പോലെ ഡാമേജ് ആയ ഒരു ഭാഗമാണ് എൻ്റെ മുട്ടിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. നല്ല പോലെ ടാനൊക്കെ അടിച്ചിട്ടുണ്ട്. ആ ഒരു മുട്ടിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമ്മളൊന്ന് മസാജ് ചെയ്യണം. ഇതേ രീതിയിൽ നിങ്ങൾ ഫേസിലും മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം നമ്മൾ ഉണങ്ങാൻ വേണ്ടി 1 മിനിറ്റോ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അങ്ങനെ 2 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് റിമൂവ് ചെയ്യാൻ. ഇപ്പം നല്ലപോലെ കട്ടിയുള്ള സ്കിന്നാണ് നമ്മുടെ മുട്ടിൻ്റേത്. അവിടെ ഇട്ടിട്ടുള്ള മാറ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഫേസിലും ചെയ്യാനായിട്ട് നോക്കണം. ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിനകത്ത് ആ ഒരു ടാനും പിഗ്മെൻറ്റേഷനും നിറക്കുറവും എല്ലാം മാറ്റി സ്കിൻ നല്ല പോലെ തിളക്കം വെക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ കൂടെ കൂടാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചെയ്തിട്ട് റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് എത്തിക്കാനും കൂടി നിങ്ങൾ മറക്കല്ലേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം.